അപ്പോൾ ചെറിയൊരു മദേഴ്സ് ഡേ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. പെക്കിനെയും ഭൂപനെയും കൊണ്ട് നമുക്ക് അതിലേക്ക് കുടിപ്പിക്കാം. അതാണ് എൻ്റെ പ്ലാൻ. ചെറിയ ഗിഫ്റ്റ് കേട്ടോ, കുഞ്ഞ് ഗിഫ്റ്റ്. അപ്പോൾ അവരകത്തുണ്ട്, നോക്കാം. ക്യാമറ കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മദേഴ്സ് ഡേ കാരണം എന്തെങ്കിലും ഗിഫ്റ്റും കൊണ്ടായിരിക്കും വന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പെക്കിക്കും പൂവിനും ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്തോ ഒരു കേക്കാണെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും നമുക്ക് എന്താണ് സംഭവങ്ങൾ കൊണ്ടുവന്നേക്കുന്നതെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, എന്താ ബൂബു? ഹാപ്പി ബർത്ത്ഡേ ആണ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ആണ് ബൂബുന്ന് മനസ്സിലായി. സോ ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോട്ടോ എനിക്ക്. ഹാപ്പി ആയി അമ്മ കേട്ടോ. താങ്ക് യു. ഞാൻ അച്ഛനോട് ചോദിച്ച ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്കണം. ആണോടാ വന്ന എന്നാ താൻ തന്നെ ഫസ്റ്റ് ചോദിച്ചു. താങ്ക് യു. അച്ഛൻ സൂപ്പർ ടേസ്റ്റ് ആണോ? അത് ശരി. അച്ഛനോട് സ്പൂൺ കൊടുക്കാം. നീ അച്ഛൻ എന്തോ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അത് ഞാനാണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ തുറന്നോട്ടെ. പറ്റി പറഞ്ഞു. എനിക്ക് തുറക്കാൻ തരാം. Let's open this box. No. Rema തുറക്കുന്നു. മരുന്ന് സ്മോൾ ഗിഫ്റ്റ്. LED ലൈറ്റോ? ഹാർട്ട്. ഹാർട്ട്. ആണോ? ദേടാ ബൂബു ഹാർട്ട് നോക്കിടാ. അമ്മയുടെ ഹാർട്ടാന്ന് തോന്നുന്നു അച്ഛൻ അമ്മയ്ക്ക് കൊണ്ടുവന്നത്. ഞങ്ങളുടെ ഹാർട്ട് നിനക്ക് തന്ന. ആണോ? അയ്യോ, ഹാർട്ട് ബീറ്റ് പറിച്ചെടുത്തോ? ഇല്ല, ഹാർട്ട് ബീറ്റ് എടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പെക്കിക്കും ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. പെക്കി തരുന്ന പോലെ ഞാൻ വിചാരിക്കുന്നു. അല്ലേ? മദേഴ്സ് ഡേ ആരാ തരുന്നേ? ബേബീസ് അല്ലേ? 2 ബേബീസ്. താങ്ക് യു. ഓക്കെ. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ഈ ഒരു ഡേ മാത്രമല്ല മദേഴ്സിൻ്റെ ഡേ, പക്ഷെ എന്നാലും നമുക്ക് എപ്പോഴും ഒരു ഡേ ഉള്ളപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാനൊരു അവസരമാണല്ലോ. ഒത്തിരി പേരിങ്ങനെ പറയും എല്ലാ ദിവസവും. അപ്പോൾ നമുക്ക് ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ഒരു ഡേ, ഒരു സെലിബ്രേഷൻ. അപ്പം ഇന്ന് ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ താങ്ക് യു. ഫാദേഴ്സ് ഡേ ഉണ്ട്. പിന്നെ കഴിഞ്ഞ ഫാദേഴ്സ് ഡേക്കല്ലേ ചേട്ടന് ഞാൻ കമ്മൽ വാങ്ങിച്ചത്. എനിക്ക് അങ്ങനെ അതെ. ഓക്കെ, ബൈ. കഴിച്ചോ.